ഭർത്താവ് വെച്ച് അപ്പൊ ചിക്കന്റെ തലയുണ്ടാകും. ഉടല് മുഴുവൻ കഴിച്ചു തീർന്നതിന് ശേഷം അവർക്ക് മതി വരാത്തതുകൊണ്ടാണ് തലയെ കൂടി ചോദിച്ചത്. പൂവങ്കോഴിയുടെ തലയാണ് ചോദിച്ചത്. പൂവങ്കോഴിയുടെ തലയാവുമ്പോ എന്ത് പൂവുണ്ടല്ലോ, അപ്പൊ പൂവെടുത്ത് തലയിലുമ്പോ ഇരുതല കോഴിയുണ്ടോ? അനുവിന്റെ വീട്ടിലൊക്കെ അനുവിന്റെ അഭിപ്രായം പറയാൻ ഒരുപാട് കോഴികൾ 10-30 കോഴികൾ ഉണ്ട്. ഒരു കോഴീനെ കൊണ്ട് ഒരു 13 മുട്ടയും കൂടി ദിവസം അത് പീഡിപ്പിച്ചിടിപ്പിക്കാം. വലിയ കോഴി നാടൻ ചിക്കൻ നടൻ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല കോഴി കോഴിനെ കഴിക്കുമോ? പല ആശ്രാമ മൈതാനത്തിൽ ആശ്രമത്തില് ഇത് നമ്മൾ ആശ്രമം, ഇത് ആശ്രാമം കോമഡി പറയാനുള്ള ശ്രമം നടത്തി. ഇങ്ങനെയാണ്. അപ്പൊ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ മാത്രമല്ല കഴിക്കുന്നിടത്ത് ഒരു മനസമാധാനമില്ലാത്ത എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റിന്റെ ഓപ്പോസിറ്റ് പൊരിച്ചോഴിയും ചപ്പാത്തിയും. അപ്പൊ എനിക്ക് ഞാൻ വർഷങ്ങളായിട്ട് കയറുന്ന ഒരു ഷോപ്പാണ്. അപ്പൊ സ്റ്റാർ മാജിക്കിലെ ടീമിനായിട്ട് വന്നെങ്ങനെ ഞാനും ടീമാണല്ല. ശശാങ്കർ പറഞ്ഞത് ഹായ്, നമ്മുടെ കൊച്ചി നമ്മുടെ MG റോഡ് മെഡിക്കൽ ട്രസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് ട്രിവാൻഡ്രം ചിക്കൻ മോഡൽ അടിപൊളി നല്ല വെളിച്ചെണ്ണ പൊരിച്ച ചിക്കനും നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കണക്കില്ല. പിന്നെ ഗീ റൈസ്, മന്തി റൈസ്, ചിക്കൻ 2 ടൈപ്പാണ്. ടൈപ്പിലേക്ക് പിന്നെ ലിവർ ഇനിയും വരാനുണ്ട് സാധനങ്ങൾ. ചിക്കന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഇതാണ് ഇതിന്റെ മസാല അല്ലെ, ഇതിന്റെ പ്രത്യേക മസാല. അതിനൊന്നും കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിപ്പോ നോർമലി നമ്മുടെ ഹോട്ടലിൽ പോകുമ്പോഴും തട്ടുകളിലൊക്കെ ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോൾ അവര് കളർ ചേർക്കാറുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ആ ടേസ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ മനസ്സിലാവും ഇത് കളർ അജിനോമോട്ടൊക്കെ ചേർത്തിട്ടുള്ള. പക്ഷെ ഇത് ശരിക്കും നമ്മുടെ വീട്ടിൽ ചിക്കൻ മേടിച്ചിട്ട് എങ്ങനെയാണോ ഫ്രൈ ചെയ്യുന്നത് ആ സെയിം ടേസ്റ്റ് അല്ലേ? അതെ അതെ. ഇത് വെറും ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഫുഡിന് അങ്ങനെ റിവ്യൂ കാര്യങ്ങളൊന്നും നല്ലതാണെങ്കിൽ മാത്രം നല്ലതെന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ ഉള്ളത് പറയുകയാണെങ്കിൽ വീട്ടില് കിട്ടുന്ന അതെ ഉണ്ടാക്കി കിട്ടുന്ന അതേ ടേസ്റ്റ് ആണ്. വീട്ടില് നമ്മള് അമ്മയൊക്കെ ഉണ്ടാക്കി തരുമ്പോ ഇതേപോലെയാണ് വെളിച്ചെണ്ണയിലൊക്കെ അതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ തന്നെ നല്ല ടേസ്റ്റ്, നല്ല മനസ്സിന് സന്തോഷമായിട്ട് കഴിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള പരിപാടിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല ഫുഡൊക്കെ നമുക്ക് എല്ലായിടത്തും കിട്ടും. പക്ഷെ ഈ പറയുന്നത് കറക്റ്റാണ്. ഇപ്പൊ അനു പറഞ്ഞ പോലെ നാടൻ ചിക്കൻ, വീട്ടിലെ ചിക്കൻ, വീട്ടിലെ ഊണെന്നൊക്കെ പറയുന്ന പോലെ വീട്ടിലെ ചിക്കൻ, നാടൻ ചിക്കൻ നടൻ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ കൊച്ചിയിൽ വരുമ്പോ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഫുഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഹോട്ടലിലൊക്കെ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, പ്രത്യേക രീതിയാണ്. പക്ഷെ നമുക്കിപ്പോ ഇനി കൊച്ചിയിൽ ഷൂട്ടിന് വരുമ്പോ ഇവിടെ ഒന്ന് കഴിക്കാം. നമ്മ മലയാളികള് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് എവിടെ എത്ര ദൂരമാണെങ്കിൽ നമ്മൾ സഞ്ചരിച്ചു പോയി കഴിക്കുന്ന ആൾക്കാര്. ഇന്ന് കൊല്ലത്താണെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ കൊച്ചിക്കാർ പോയി കഴിക്കും. അതുപോലെ നമ്മള് കണ്ടെത്തിക്കൊണ്ട് കഴിക്കേണ്ട ഒരു സ്ഥലമാണ്. ഒന്ന് കറക്റ്റായിട്ട് പേര് പറഞ്ഞോണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രം കിച്ചൺ കോർണർ. ട്രിവാൻഡ്രം ചിക്കൻ കോർണർ നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റിന് ഓപ്പോസിറ്റ് പള്ളിമുക്ക്. പിന്നെ ചപ്പാത്തി ഒരു ഭയങ്കരമാണ് കേട്ടോ. കണ്ടോ, വളരെ നൈസ് ചപ്പാത്തിയാണ്. നമ്മുടെ കൊല്ലം പള്ളിമുക്കിലാണ് നമ്മുടെ ചപ്പാത്തി അടിപൊളിയാണ്. നമ്മളൊരു 10-15 ചപ്പാത്തി വെച്ചിട്ടെങ്കിലും കഴിക്കും ഒരാളല്ലേ. അത്രയും നൈസായിട്ടുള്ള ചപ്പാത്തിയാണ്. ഓയിലില്ല. നമ്മള് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു നല്ല അച്ചാറാട്ടോ. ചിക്കൻ ഫ്രൈ പല സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടാവും. ഇതുപോലത്തെ ചിക്കൻ ഫ്രൈ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ആണെങ്കിൽ ഹൈലൈറ്റ് പൊടി, മസാല മസാലപ്പൊടി സൂപ്പറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വേറെ കാണാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയാ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പോലെയല്ല. ടീം ഒരുപാട്, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി ഫുഡിന്റെ ടേസ്റ്റ് അറിയുകയും അവിടെ നിരന്തരമായിട്ട് പോവുകയും ആ വഴിക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ ഹോട്ടലിൽ കയറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കൊച്ചിയിലുള്ള ഈ ഹോട്ടലിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ചിക്കന്റെ വിഭവത്തെ കുറിച്ച് ഞാൻ ടേസ്റ്റ് ചെയ്തതിനു ശേഷമാണ് മറ്റുള്ള ആൾക്കാരെ കൊണ്ടുവരുള്ളൂ. ഇഷ്ടപ്പെട്ടു. ഞാൻ വർഷങ്ങളായിട്ട് കയറുന്നേ ഓണറാണ്. എന്താ പറയാ, പുതിയതായിട്ട് മസ്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. കൊല്ലം ആശ്രാമത്തുണ്ട്, കോട്ടയത്തുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, എറണാകുളത്തുണ്ട്, മസ്കറ്റിലുണ്ട്. സന്തോഷമുണ്ട്. കാര്യം
കൊല്ലത്ത് ഉണ്ട്. അത് കേട്ടപ്പോഴാണ് നമുക്കൊരു ആശ്വാസമായത്. കാരണം നമുക്ക് വേറെ തേടി പോകണം, മസ്കറ്റിലൊന്നും പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ. കൊല്ലം ആശ്രാമ മൈതാനത്തിൽ അത് ആശ്രമം, ഇത് ആശ്രാമം. കോമഡി പറയാനുള്ള ശ്രമം നടത്തിയതാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് തോന്നിയത് എനിക്ക് ഈ പറഞ്ഞ പോലെ റൈസ് രണ്ടെണ്ണം, ഗീ റൈസും അതുപോലെ മന്തി റൈസും, പിന്നെ അതുപോലെ ചിക്കൻ വീട്ടില് ഞാൻ വറക്കാറുണ്ട്. ഞാൻ വറക്കാറുണ്ട് സ്വന്തമായിട്ട്. ഇപ്പൊ കഴിക്കുന്ന ഞാൻ വറക്കാൻ നിങ്ങൾ കിട്ടൂല കറക്റ്റായിട്ട് ഈ പറയുന്ന വേവിലൊന്നും കൃത്യമായിട്ട് കിട്ടൂല. ഇത് ഏതാണ്ട് 40 വർഷത്തോളം പാരമ്പര്യമുള്ളൊരു കടയാണ്. അതുകൊണ്ട് തന്നെ അറിയാലോ, ഇത് വളരെ അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. ഇതിന്റെ ഈ പൊടി തന്നെ നമ്മൾ എടുക്കുമ്പോൾ അറിയാം, സാധാരണ എവിടെ ഇരിക്കുമ്പോൾ ഈ വെളിച്ചെണ്ണ കൂടുതലായിട്ട് കാണും. ഇതൊക്കെ കറക്റ്റ് വേവിലാണ്. ആ ഒരു മായം വരുന്നില്ല. പിന്നെ അനുഭവങ്ങളോട് ചോദിച്ചത് ഭർത്താവുണ്ടെന്ന് വെച്ച് അപ്പൊ ചിക്കന്റെ തലയുണ്ടാകും. ഉടല് മുഴുവൻ കഴിച്ച് തീർന്നതിന് ശേഷം അവർക്ക് മതി വരാത്തതുകൊണ്ടാണ് തലയെ കൂടി ചോദിച്ചത്. അല്ല തലയുണ്ടാകാന്ന് ചോദിച്ചത്. പിന്നെ അവളെ പൂവങ്കോഴിയുടെ തലയാണ് ചോദിച്ചത്. പൂവങ്കോഴിയുടെ തലയാവുമ്പോ എന്ത് പൂവുണ്ടല്ലോ, അപ്പൊ കൂടുതൽ തലയിലും അനുവിന്റെ വീട്ടിലൊക്കെ അനുവിന്റെ അഭിപ്രായം പറയാൻ ഒരുപാട് കോഴികൾ 10-30 കോഴികൾ ഉണ്ട്. ഒരു കോഴീനെ കൊണ്ട് ഒരു 13 മുട്ടയും കൂടി ഒരു ദിവസം അത് പീഡിപ്പിച്ചിട്ട് കഴുത പിടിച്ചിട്ട് വലിയ കോഴി അനു അത്രയും ചിക്കനെ പറ്റി അഭിപ്രായം പറയാൻ വളരെ യോഗ്യതയാണ്. കാരണം കോഴികളെ വളർത്തുന്നു, 13 കോഴികളെ വളർത്തുന്നു, ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് വളർത്തുന്നതിനെ വെച്ച് പിരിച്ച് നാടൻ ചിക്കൻ അടിക്കുന്നു. പുറത്തു പോയി കഴിഞ്ഞാൽ ചിക്കൻ നമ്മൾ അങ്ങനെ കഴിക്കാറില്ല. കാരണം പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിക്കൻ അധികം കഴിക്കാറില്ല. കഴിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താ പറയണ്ടേ, വളരെ റേറ്റ് മാത്രമേ മേടിച്ചെന്നാ മാത്രം പോകണേക്ക്. അപ്പോ ഇത് ശരിക്കും ഇവിടെ വന്ന് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാന്ന് വിചാരിച്ചു. ശരിക്കും അങ്ങനെ കഴിച്ചൊന്നും കാണിക്കണ്ട. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന സെയിം ടേസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ മണ്ടറിലേക്ക് ഭാഗത്താണ് അങ്ങോട്ടും ഈ സോപ്പ് കൊണ്ടുവരണമെന്ന്. ഇങ്ങനെയാണ്. അപ്പൊ ഷാർമാജിക്കിന്റെ ഫ്ലോറിൽ മാത്രമല്ല കഴിക്കുന്നിടത്ത് മനസമാധാനമില്ലാത്ത ചുരുക്കം പറഞ്ഞ നല്ല അടിപൊളി ഷോപ്പ് പരിചയപ്പെടുത്തി സന്തോഷമുണ്ട്. അപ്പോ എന്തായാലും കൊച്ചിയിലുള്ളവർക്ക് നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രം ചിക്കൻ കോർണറിൽ വരണം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മുടെ കോഴിയെ കൊല്ലുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുറച്ച് തമാശ പണി കേൾപ്പിച്ച കോഴി ചത്തോളൂ. പറഞ്ഞല്ലോ ധാരാളം. അപ്പൊ എല്ലാരും വരിക, ഫുഡ് സന്തോഷത്തോടെ മനസ്സിന് ഇണങ്ങിയ. ഫുഡ് നല്ലതായതുകൊണ്ട് മാത്രമാണ് നമ്മള് ഫുഡിനെ പറ്റി നല്ലൊരു റിവ്യൂ പറയുന്നത്. ഫുഡ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല, എന്നാലും പറയും. അത് ഇത്രയും അങ്ങോട്ട് ഉൾക്കൊണ്ട് പറയത്തില്ല. അല്ല ഫുഡിനെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. ഇവിടെ ഒന്ന് കഴിച്ചിട്ടേ ഉള്ളിലെന്നാണെങ്കിൽ അനു പറഞ്ഞിട്ട് വന്നേന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഈ പറയുന്ന ചിക്കൻ മസ്റ്റ് ആയിട്ട് കഴിക്കേണ്ടതാണ്. ചിക്കൻ ചപ്പാത്തിയും പിന്നെ ഈ ഒരു ഇവിടെ ഉണ്ടാക്കിയ പിക്കിളില്ല നാരങ്ങയുടെ നല്ല ടേസ്റ്റാ. ഇനിയിപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ വീട്ടില് വൈഫും പിള്ളേരും ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ പലരും കഴിക്കാറില്ല, ചിക്കൻ മാത്രമേ കഴിക്കാറുള്ളൂ. ഉടനടി എന്റെ പിള്ളേരെയും വൈഫിനെയും ഇവിടെ കൊണ്ടുവരും. കോഴി കോഴിനെ കഴിക്കുമോ? ഇനി കഴിഞ്ഞാൽ ഈ ചിക്കൻ കുത്തി വീട്ടിൽ കൗണ്ടർ വരും. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാണ്. തലപ്പാത കണ്ട നമ്മ കൊച്ചിക്കാരാണ്. എറണാകുളത്ത് മെഡിക്കൽ ഡ്രസിന്റെ ഓപ്പോസിറ്റ് ട്രിവാൻഡ്രം ചിക്കൻ കോർണറിലേക്ക് എല്ലാവരും വരിക, കഴിക്കുക, ആസ്വദിക്കുക. സെറ്റാണ്, പൊളിക്കുക. ചെറിയ ടീമല്ല, കിട്ടില്ല ടീമാണ്.